തീർച്ചയായും ഇതിനകത്ത് വി ഡി സതീശൻ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ഉമ്മൻചാണ്ടിയെ വി ഡി സതീശൻ എങ്ങനെയൊക്കെ വിമർശിച്ചു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഉമ്മൻചാണ്ടി ആരാണ് സനീഷ്? കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവായിരുന്നല്ലോ. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലെല്ലാം ഒരു പക്ഷത്തിന് എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഡ്രൈവ് ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം തളർന്നു നിൽക്കുന്ന കാലത്തും ആക്രമിച്ചിട്ടുണ്ട് വി ഡി സതീശൻ. അതാണ്, അദ്ദേഹം ഉഗ്രപ്രതാപിയായി നിൽക്കുമ്പോൾ മാത്രമല്ല, തളർന്നു നിൽക്കുന്ന കാലത്തും ആക്രമിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങളുമൊക്കെ പറഞ്ഞ് അങ്ങനെ വളർന്നയാളാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ വി ഡി സതീശൻ അലോഷ്യസ് സേവ്യറിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാനൊന്നും അങ്ങനെ പോസിറ്റീവായിട്ട് വിചാരിച്ചു. അദ്ദേഹത്തിനൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ക്രിയേറ്ററാണ്. അങ്ങനെയെങ്കിലും ഞാൻ സമാധാനിച്ചു. ഈ വിഷമം മാറ്റിയത് അങ്ങനെയാണ്. അതെ, അപ്പോൾ അങ്ങനെയാണ് വി ഡി സതീശൻ വളർന്നത്. വി ഡി സതീശൻ 2011 അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ വിമർശനം ഒന്നുകൂടി കടുപ്പിച്ചിട്ടുണ്ട് പല തലത്തിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഇതെല്ലാം വി ഡി സതീശൻ ഓർക്കണമല്ലോ അവിടെ ഇരിക്കുമ്പോൾ. പിന്നെ ആ സ്ഥലം ഇപ്പോൾ ഈ തേവര SH കോളേജ് എന്ന് പറയുന്നത് വി ഡി സതീശൻ പഠിച്ച കോളേജാണ്, അലോഷ്യസ് സേവ്യർ പഠിച്ച കോളേജാണ്. സതീഷ് നേരത്തെ പറഞ്ഞതുപോലെ അലോഷ്യസ് സേവ്യർ പഠിച്ചത് എപ്പോഴാണ്? ഈ 2019 വരെ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു അലോഷ്യസ് സേവ്യർ. അലോഷ്യസ് സേവ്യർ ഇങ്ങനെ മുഖ്യമന്ത്രി എന്നെ കാണാൻ കൂട്ടാക്കുന്നില്ല, എന്നാൽ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നതല്ല. അലോഷ്യസ് സേവ്യറിനെയും വിളിച്ചിട്ട് പോയിരുന്നതാണ്. അലോഷ്യസ് സേവ്യറിനെയും കോളേജിൽ നിന്ന് വിളിച്ചു. അലോഷ്യസ് സേവ്യർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഇങ്ങനെ കാണാതെ, അല്ലെങ്കിൽ ഇങ്ങനെ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ വി ഡി സതീശൻ പോകരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ അതായത് അതിനുശേഷമുള്ള അലോഷ്യസ് സേവ്യറിൻ്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത്. കാരണം ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ അലോഷ്യസ് സേവ്യർ തയ്യാറായില്ല. അലോഷ്യസ് സേവ്യറിന് ആ നിരാശ ഒരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൂടിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. കാരണം വി ഡി സതീശനെ CMA എന്ന് വിളിക്കുന്നു, മൈൻഡ് ചെയ്യാതെ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നു. ഒരു ചെറിയ ഭാവവ്യത്യാസം മുഖത്തുണ്ടായെങ്കിൽ തൊട്ടടുത്ത നിമിഷം അലോഷ്യസ് സേവ്യർ ഒരു കൊള്ളാവുന്ന നേതാവിനെ പോലെ പ്രതികരിച്ചു. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് പണ്ട് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നതിനേക്കാൾ കരുത്തോടെ അലോഷ്യസ് സേവ്യർ ഇന്നിപ്പോൾ പ്രതികരിച്ചു. ഇതിനകത്ത് വിഭാഗീയതയൊക്കെ ഉണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ കോൺഗ്രസിലെ വിഭാഗീയതയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ ഈ 3 പേരും മത്സരിച്ചതിൻ്റെ ബാക്കി കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വാസ്തവമാണ്. നേരത്തെ അലോഷ്യസ് സേവ്യറിനെ KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വി ഡി സതീശൻ പിന്തുണച്ചതാണ്. അതിനുശേഷം KC വേണുഗോപാലിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് അലോഷ്യസ് സേവ്യർ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സീറ്റ് ആവശ്യം, KSUവിന് ഒരു സീറ്റ് വേണമെന്നുള്ള ആവശ്യം നിഷേധിച്ചതടക്കം ഇതിനകത്ത് കാരണമാണ്. ഇങ്ങനെ പല കാരണങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്ലീഡർ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അലോഷ്യസ് സേവ്യർ എന്നുള്ളത്. അലോഷ്യസ് സേവ്യർ മാത്രമാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഇത് വളരുമ്പോൾ എവിടേക്കൊക്കെയാണ് വളരുന്നത്? ദീപ്തി മേരി വർഗീസ് ആരാണ്? ഇവിടെ ഏറ്റവും കരുത്തയായ ഒരു ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. നമ്മളൊരു പരസ്യ പ്രതികരണത്തിനൊരു കോൺഗ്രസ് നേതാവ് തയ്യാറാകണമെങ്കിൽ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ തന്നെ അന്തം വിട്ടുപോയി. ദീപ്തി മേരി വർഗീസ് അത്രയും വളർന്നു എന്നുള്ള തോന്നൽ തന്നെയായിപ്പോയി. കാരണം ദീപ്തി മേരി വർഗീസ് വിചാരിച്ചാലേ ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കൂ എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കാര്യങ്ങൾ മാറിയിരുന്നു. പിന്നീട് ഈ സീറ്റ് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായപ്പോഴാണ് വീണ്ടും ഒരു ദുർബലയായി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള നേതാക്കന്മാർ, ഇപ്പോൾ VR അനൂപ്, ടെലിവിഷൻ ചാനലിൽ നിരന്തര സാന്നിധ്യമായിട്ടുള്ള VR അനൂപ്, ദീപ്തി മേരി വർഗീസ്, ഇവരെല്ലാവരുമാണ് വിമർശനം. മാത്യു കുഴൽനാടൻ, ഇവരെല്ലാം പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തുന്ന സ്ഥിതിയുണ്ടായി. അവർക്കെല്ലാവർക്കും ഈ നിലപാടിൽ, ഈ ഗവൺമെൻറ് ലീഡർമാരായി ഇവരെ നിയമിച്ചതിൽ എതിർപ്പുണ്ട്. ഇതിനകത്തൊരു കാര്യം, പല ഉദാഹരണമായി ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യമോ G. സുധാകരൻ്റെ കാര്യമോ അല്ലെങ്കിൽ കണ്ണൂരിലെ 2 MLA-മാരുടെ കാര്യമൊക്കെ, CPM-ൽ നിന്ന് വന്നവരുടെ കാര്യമൊക്കെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടാവാം ചിലർ വി ഡി സതീശനെ ന്യായീകരിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെയാണോ ഈ ഗവൺമെൻറ് ലീഡർമാരായി ഈ 2 ഒരു ABVP-കാരനെയും ഒരു SFI-കാരിയെയും നിയമിച്ചു എന്നുള്ളതാണല്ലോ പ്രശ്നം. അങ്ങനെ നിയമിച്ചിരിക്കുന്നത് അവരെവിടെയാണ് കോൺഗ്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു കത്തുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഇതുവരെ പുറത്ത് കാണിക്കാൻ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല. ലോയേഴ്സ് കോൺഗ്രസ് തന്നെ അടിസ്ഥാനപരമായ ഒരു കടലാസ സംഘടനയാണെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അഭിപ്രായമുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ കത്ത്, ആ കത്തിൽ പക്ഷേ എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്?
ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ വി ഡി സതീശൻ നിർദ്ദേശിച്ച പേരുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ പേരുകളിൽ തിരുത്തൽ വരുത്തൽ നിന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ആ പേരുകളാണ് എന്ന് പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ നേരിട്ട് വി ഡി സതീശൻ സംശയമുനയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ ഒരാൾ പോലും ചോദ്യം ചെയ്യരുത്, അല്ലെങ്കിൽ അതിലൊരു വിമർശനം ഉന്നയിക്കരുത് എന്നുള്ള ഒരു സമീപനം ശരിയല്ല. വി ഡി സതീശൻ പറയുന്ന ഒരു ന്യായം എനിക്ക്, അല്ലെങ്കിൽ ഇനി പറയാൻ സാധ്യതയുള്ള, പാർട്ടിക്കുള്ളിൽ പറയാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, ഇവരെല്ലാം പരസ്യ പ്രതികരണത്തിന് ശേഷമാണ് എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ്. ഇതൊന്നുമല്ല, രഹസ്യമായി ശ്രമിച്ചവരും പലരുണ്ട്. ഇപ്പോൾ ആലപ്പുഴ MLA രഹസ്യമായി ശ്രമിച്ചിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആരോപണം ഉയരുന്നു ഒരു ഭാഗത്ത്. വേറെയും പലരുമുണ്ട്. നിയാസ് KPC ജനറൽ സെക്രട്ടറി ഈ നിയമനമുണ്ടല്ലോ, ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കാണാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം കോൺഗ്രസിൽ ഒന്നിലേറെ ആളുകൾക്ക് ഓരോ വിവാദങ്ങളിലും ആ വിഷയത്തിൽ അഭിപ്രായം അറിയിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും ആക്സസബിൾ അല്ല വി ഡി സതീശൻ എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം കോൺഗ്രസിൽ ഇനി അതല്ലെങ്കിൽ ഇനി എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം MLA-മാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ ആർക്കായിരുന്നു? അത് KC വേണുഗോപാലിനായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MLA-മാർ പിന്തുണച്ച ആളെയും കടത്തി വെട്ടിയാണ് വി ഡി സതീശൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാവുന്നത്. വലിയ പിന്തുണ VM സുധീരനെ പോലുള്ള മുൻ KPC പ്രസിഡന്റുമാർ ചിലർക്ക് കൊടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ ഈ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിനായിരുന്നു. അതിനെ മറികടന്നിട്ടാണ് വി ഡി സതീശൻ വന്നത്. അതിനൊരു ജനകീയ പിന്തുണയുണ്ടായിരുന്നു. ആ ജനകീയ പിന്തുണ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ടെല്ലാം സമ്പൂർണ്ണമായി തകർന്നു പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതല്ല വി ഡി സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വഖഫ് വിഷയത്തിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. ഇതിലൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇതല്ല പ്രതീക്ഷിച്ചത് എന്നുള്ള തോന്നൽ രൂഢമൂലമായി ഈ 1.5 മാസം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ കുഴപ്പം. സാധാരണ കാരണം എന്തെല്ലാം വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തു ഇതിന് തൊട്ട് മുമ്പ്. ഒരു തുടർഭരണമാണ് LDF ഉണ്ടാവുക എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ സ്പേസിൽ നിന്നിട്ടാണ് ഈ ഭരണം പിടിക്കുകയും 102 സീറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അത് പൂർണ്ണമായും വി ഡി സതീശൻ അവകാശപ്പെട്ടതാണെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അതിനെ നയിച്ചത് വി ഡി സതീശൻ തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പ്രതീതി സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു യുവ നേതാവിനോട് ഇപ്പോൾ കാണിച്ച ഈ ഒരു നിലപാട്, ഈ ഒരു ശരീരഭാഷ, ഈ ശരീരഭാഷ എപ്പോഴും സാധാരണ പിണറായി വിജയനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യാറ്. പക്ഷേ ഈ ശരീരഭാഷ അത് ശരിയായ ഒരു ശരീരഭാഷയല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇത് വളരുക എന്നുള്ളത്, ഏതൊക്കെ ഉന്നത നേതാക്കളാണ് ഇതിൽ ഇടപെടുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം.